വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുതൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് കാണിക്കുന്ന അധികം ഡ്രസ്സും കോട്ടൺ ആണ്, പിന്നെ ഒരെണ്ണം മാത്രം ലിനൻ ആട്ടോ. പിന്നെ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഒരു സ്വെറ്ററിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടെ. ഞാൻ ഇട്ടിരിക്കുന്ന ലാർജ് സൈസാണ്, നല്ല കംഫർട്ടബിൾ ആട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്വെറ്ററാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഇന്നൊരു ഗിവ് അവേ ഉണ്ട്. നിങ്ങൾക്ക് സൂക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് അറിയാമല്ലോ, അവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗ്സ് ആൻഡ് ഫുഡ് വെയർസ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് സൂക്കിൻ്റെ ഒരു ബാഗ് ആട്ടോ, ഇത് സ്ലിംഗ് ബാഗാണ്. അപ്പോൾ സൂക്കിൻ്റെ 3 ബാഗ്സ് ആണ് ഗിവ് അവേ ചെയ്യുന്നത്. 3 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഗിവ് അവേൻ്റെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വരുന്ന ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താ കമൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൂക്കിൻ്റെ പ്രിൻ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് സൂക്കിൻ്റെ 3 ഫീച്ചേഴ്സും ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ സൂക്കിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂക്കിൻ്റെ ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. ആൻഡ് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ കമൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഇൻവൈറ്റഡ് ബൈ എൻ്റെ ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ പേര് കൊടുക്കുക. ഇഷ്ടമുള്ള സൂക്കിൻ്റെ പ്രിൻ്റ് ഏതാ, 3 ഫീച്ചേഴ്സ് ഏതാന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ടാവും കേട്ടോ. 3 വിന്നേഴ്സിനെ ആവും സെലക്ട് ചെയ്യുന്നത്. 3 പേർക്ക് സൂക്കിൻ്റെ ബാഗാണ് ഗിവ് അവേ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റൂൾസാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ 1 വീക്ക് കഴിഞ്ഞിട്ടാവും വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്ലൂ ഡ്രസ്സാണ്. ഇതിങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. ഏകദേശം ഒരു എൽബോ ലെങ്ത് ഇല്ല സ്ലീവിന്, അതിനേക്കാളും കുറച്ചുകൂടി ഇങ്ങനെ കയറി നിൽക്കുന്ന സ്ലീവാട്ടോ. സ്ലീവിൻ്റെ അറ്റത്താണെങ്കിൽ എലാസ്റ്റിക് വരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ്, സൂപ്പർ കംഫർട്ടബിൾ ആണ്. ആൻഡ് വീനെക്കാണ്. ഇവിടെ ആണെങ്കിൽ ഒരു സ്ട്രിങ് ഉണ്ട് കേട്ടോ, ഉള്ളിലൂടെ സ്ട്രിങ് പോണില്ല, ഇവിടെ മാത്രമായിട്ട് അറ്റാച്ച് ചെയ്താണ്. ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുന്ന സ്ട്രിങ് ഇല്ല, അതല്ല കേട്ടോ, ജസ്റ്റ് ഇവിടെ മാത്രമായിട്ടുള്ള സ്ട്രിങ് ആണ്. നമുക്കിങ്ങനെ ടൈ ചെയ്ത് വയ്ക്കാം. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഫ്ലെയർ വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഫ്ലെയർ, ബാക്കിലും ഇങ്ങനെയാണ്. ആൻഡ് ഇത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ, സൂപ്പർ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. പിന്നെ എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിന് ലൈനിങ് ഒന്നും വരുന്നില്ല. ഞാൻ എൻ്റെ ഡിസൈന് ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിലാണെങ്കിൽ ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഡോട്ട്സും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് മേടിച്ച മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. പിന്നെ ഈ ഒരു എലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ എനിക്ക് നല്ല കംഫർട്ടബിൾ ആട്ടോ. ചില എലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ ടൈറ്റായി നിൽക്കില്ല. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. എൻ്റെ നോർമൽ സൈസ് മീഡിയം ആട്ടോ. ഞാൻ മീഡിയം സൈസാണ് പർച്ചേസ് ചെയ്തത്. എലാസ്റ്റിക് ഒക്കെ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ അത് പർച്ചേസ് ചെയ്തത് 1329 റുപ്പീസിനാണ്. വരുന്ന ഈ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3/4 സ്ലീവാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ബട്ടൺസ് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ബട്ടൺസ് ആട്ടോ. ആൻഡ് ഇവിടെ ആണെങ്കിൽ കുറേ എംബ്രോയ്ഡറി ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു മിറർ വർക്ക് ഉണ്ട്, ഇങ്ങനെ ഫോയിൽ ടൈപ്പ് മിറർ ആട്ടോ, ആ ഒരു മെറ്റീരിയലിൻ്റെ മിററാണ്. ആൻഡ് ഇതിനാണെങ്കിൽ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഫ്ലെയർ ഫ്രണ്ടിലും ബാക്കിലും. ഞാൻ അത് മേടിച്ച മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 728 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. ബ്ലൂ കളറിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. വീനെക്കാണ്, ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള ഡ്രസ്സാട്ടോ. ഇവിടെ ഒരു ഫ്ലെയർ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഉണ്ട് ആൻഡ് ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഡ്രസ്സാണ്, മാക്സി ഡ്രസ്സാട്ടോ. പഫ് സ്ലീവ്സ് ആണ്. ആൻഡ് സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് എലാസ്റ്റിക് വരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആട്ടോ, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള എലാസ്റ്റിക് ഒന്നുമല്ല. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഇത് ഏകദേശം ഒരു 3/4 ലെങ്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് കയറി നിൽക്കും. ഈ ഒരു സൈഡിലാണെങ്കിൽ പോക്കറ്റ് ഉണ്ട്. ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്.
അപ്പോൾ ഞാനത് മേടിച്ച മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 799 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു മാക്സി ഡ്രസ്സാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാട്ടോ. ആൻഡ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഞാൻ എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പർച്ചേസ് ചെയ്ത് ലാർജ് ആട്ടോ, ഒരു സൈസ് അപ്പാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. കോട്ടൺ ആയതുകൊണ്ട് ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ആവുമല്ലോ, അപ്പോൾ ഞാൻ ഒരു സൈസ് അപ്പം മേടിച്ചതാണ്. പക്ഷെ അധികം അങ്ങനെ ഷ്രിങ്ക് ആയിട്ടില്ല കേട്ടോ. ഞാൻ വാഷ് ചെയ്ത് നോക്കിയായിരുന്നു, അത് അധികം ഷ്രിങ്ക് ആയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മീഡിയം സൈസാണ് പർച്ചേസ് ചെയ്തത്. നല്ല കറക്റ്റാട്ടോ മീഡിയം. ആൻഡ് പഫ് സ്ലീവ്സ് ആണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ എലാസ്റ്റിക് ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആട്ടോ. ആൻഡ് മാൻഡ്രിൻ കോളറാണ്. ഇതിലാണെങ്കിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് ആട്ടോ വരുന്നത്. ഞാൻ മുന്നേ മേടിച്ചിട്ടുള്ള ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഡ്രോ സ്ട്രിങ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഉള്ളിലൂടെ പോയിട്ടുണ്ട്, നമുക്ക് വലിച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്ലെയർ വരുന്നുണ്ട്, ഇവിടെ ഉണ്ട് ഫ്ലെയർ, ഇവിടെ ഉണ്ട്. ഈ ഫ്ലെയറിൻ്റെ ഒരു അറ്റം മേളിലേക്ക് വെച്ചിട്ടാട്ടോ തയ്ച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഇതൊക്കെ ഞാൻ ലിബാസിൻ്റെ സൈറ്റിൽ നിന്നാട്ടോ പർച്ചേസ് ചെയ്തത്. ഞാനത് പർച്ചേസ് ചെയ്ത് 725 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇതാണെങ്കിൽ ഏകദേശം ഒരു ഷർട്ട് മോഡലൊക്കെ വരുന്ന ഡ്രസ്സാട്ടോ. ഇവിടെ ഇങ്ങനെ കോളർ ഉണ്ട്, പിന്നെ ഇവിടെ ആണെങ്കിൽ ബട്ടൺസ് ഉണ്ട്, താഴെ വരെ ബട്ടൺസ് ഉണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. 3/4 സ്ലീവാണ്. സ്ലീവിലാണെങ്കിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ടാട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഓഫ് വൈറ്റ് കളറിൽ ഇങ്ങനെ മോട്ടീഫ് പ്രിൻ്റൊക്കെയാണ്. പിന്നെ ഈ ഒരു വേസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും ഇത്രയും ഭാഗത്ത് എലാസ്റ്റിക് വരുന്നുണ്ട്. ഇങ്ങനെ നല്ല വീതിയിൽ. ടൈറ്റും അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഞാൻ മേടിച്ച സൈസ് മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഇത്രയും ഭാഗത്ത് മാത്രം എലാസ്റ്റിക് വരുന്നുണ്ട്. ബാക്കിൽ ഇങ്ങനെ കേട്ടോ. ഇതാണെങ്കിൽ അങ്ങനെ അധികം ഫ്ലെയർ ഒന്നും ഇല്ല കേട്ടോ. ഒരു എ ലൈൻ ഡ്രസ്സാണ്. ഇവിടെ കട്ടുണ്ട് കേട്ടോ. സൈഡിൽ സ്ലിറ്റ് ഉണ്ട് രണ്ട് സൈഡിലും. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. മെറ്റീരിയൽ ആണെങ്കിൽ ലിനൻ ആണ്, അധികം ഇങ്ങനെ കട്ടിയുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ. അപ്പോൾ 3/4 സ്ലീവാണ്. മിഡി ഡ്രസ്സാട്ടോ ഇത്. ഞാനത് മേടിച്ച മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 999 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു പർപ്പിൾ ഡ്രസ്സാണ്. മൊത്തം ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടാട്ടോ. 3/4 സ്ലീവാണ്. ആൻഡ് സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പടി വരുന്നുണ്ട്, അതിലിങ്ങനെ പ്ലീറ്റ്സ് ഉണ്ട്. അപ്പോൾ നെക്കാണെങ്കിൽ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. അതിൽ ഇവിടെ കുറേ ബീഡ്സ് വെച്ചിട്ടുണ്ട് ഈ ഒരു യോക്ക് പോർഷനിൽ. ആൻഡ് ഇവിടെ ഇങ്ങനെ ആ ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പ്ലീറ്റ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ബോർഡർ ഉണ്ട്, അതിൻ്റെ താഴെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ 3 സ്ഥലത്ത് പ്ലീറ്റ്സ് വരുന്നുണ്ട്. ബാക്കിൽ ഇങ്ങനെയാണ്. ബാക്കിൽ ഈ ഒരു രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് കേട്ടോ, പ്ലീറ്റ്സ് തുടങ്ങുന്നതിൻ്റെ മുന്നേ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സിൽ ക്ലോസപ്പിൽ നോക്കിയാൽ കാണാം ഗോൾഡൻ പെയിൻറ്റും കൂടെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഞാനത് മേടിച്ച് മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 1249 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബോർഡർ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇങ്ങനെ പോം ബോൾസ് ഇല്ല, അതുണ്ട്. കോളേർഡ് നെക്കാണ്. അതിങ്ങനെ അതിൻ്റെ ബോർഡർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വരെയുണ്ട്. പിന്നെ അതിലാണെങ്കിൽ ലേസും വരുന്നുണ്ട്, വൈറ്റ് ലേസും ഉണ്ട്. പിന്നെ ബാക്കിലൂടെയും പോയിട്ടുണ്ട്. ആൻഡ് പ്ലീറ്റ്സ് ആണെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ കയറിയിട്ടാണ് വരുന്നത്, ബാക്കിൽ സ്ട്രെയിറ്റ് ആട്ടോ. പിന്നെ താഴത്തേക്ക് വേറെ തട്ടുണ്ട്. ഇവിടെ ഉണ്ട് പ്ലീറ്റ്സ്, ഇവിടെ ഉണ്ട് കേട്ടോ. ആൻഡ് ഏറ്റവും അടിയിലാണെങ്കിൽ ഇങ്ങനെ പോം ബോൾസ് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്, നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. 3-4 കളേഴ്സിൻ്റെ ഒരു മിക്സ് ആട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം.
അതിലിങ്ങനെ പ്രിന്റ് വരുന്നുണ്ട്. ഈ ഒരു സൈഡിലാണെങ്കിൽ പോക്കറ്റ് ഉണ്ട്. ഞാൻ അത് പർച്ചേസ് ചെയ്ത് മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റ് ആണ്. ആൻഡ് ഞാൻ അത് മേടിച്ച് 1199 റുപ്പീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.